നമസ്കാരം, ആദ്രമിസ് ആണ് കേട്ടോ. എല്ലാവരും ഹാപ്പിയായി സുഖമായിരിക്കുന്നല്ലോ അല്ലെ? യെസ്, നമ്മുടെ LSS എക്സാം ഇതാ അടുക്കാറായല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ LSS എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പൊ അത് എന്തായിരിക്കും അറിയാൻ നിങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ഈ ഒരു വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഉഷാറോട് കൂടിയിട്ട് സെറ്റ് ആയിട്ടിരുന്നിട്ട് കാണാം. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അവർക്കും ഉപകാരപ്രദമാവേണ്ടതാണ്. അപ്പം അവരിലേക്കും നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വേഗം അത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ മിസ്സിന്റെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം അത് നിങ്ങൾ എവിടെ രേഖപ്പെടുത്തേണ്ടത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ചായിട്ട് ഒരുപാട് ലൈവുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലൈവുകളിലൊക്കെ ജോയിൻ ചെയ്യുക, ഫ്രണ്ട്സിനോട് പറയാ ഇജു പോർട്ടൽ ഇങ്ങനെ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ലൈവ് ഒക്കെ ഉണ്ട് ഇന്ന ടൈമിന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരോട് ജോയിൻ ചെയ്യാൻ പറയാം. സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? യെസ്, ശൈലികളാണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് ശൈലി? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ശൈലി എന്താണ്. നിങ്ങൾക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഴുതുകയാണ്, ഏത് രീതിയിലാണ് എഴുതുകയാണ്, എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നൊക്കെ മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്ക് ശൈലി എന്താണെന്ന് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. വാച്യാർത്ഥത്തോട് പ്രത്യക്ഷമായി ബന്ധമില്ലെങ്കിലും വിശേഷമായ മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന പദചേർച്ചകളെയാണ് ശൈലി എന്ന് പറയുന്നത്. അപ്പം ശൈലി എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഒരുപാട് ശൈലികൾ നമുക്ക് അറിയാം അല്ലെ? നമുക്ക് അറിയുന്നതുണ്ട്, അതേപോലെ അറിയാത്തതും ഒരുപാട് ശൈലികളുണ്ട്. നമുക്ക് കുറച്ച് ശൈലികൾ പരിചയപ്പെട്ടാലോ? നിങ്ങൾ റെഡിയാണോ? യെസ്. മക്കളെ, ഉദാഹരണമായിട്ട് മിസ് കുറച്ച് ശൈലികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നുള്ളൂ. അടി തൊട്ട് മുടി വരെ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണടാ? അടി തൊട്ട് മുടി വരെ, മുഴുവൻ. നമ്മളങ്ങനെ പറയില്ലേ, ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാൻ അവൾ അടി തൊട്ട് മുടി വരെ നോക്കി. എന്തുകൊണ്ടാണ്? ചിലപ്പോ നമ്മളൊരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പൊ പെണ്ണ് കാണാൻ പോകുമ്പോ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മളൊരു പെണ്ണ് കാണാൻ പോകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ അത് ഉറപ്പിക്കുകയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, കൊള്ളാം. അപ്പൊ നമ്മൾ എന്ത് നോക്കുക? തല മുതല് കാല് വരെ പെണ്ണിനെ നോക്കും അല്ലെ? അത് വേറൊരു രീതിയിലല്ല, നല്ല രീതിയിൽ മാത്രം അവരെ നോക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഒരു ചക്ക കിട്ടിയാല് നമ്മൾ ആ ചക്കയുടെ ആദ്യം ഇങ്ങനെ പുറംഭാഗമൊക്കെ നോക്കും അല്ലെ? പിന്നെ ആ ഒരു ചക്ക പൊളിക്കാൻ തുടങ്ങും. പിന്നെ അതിലെ എന്ത് നോക്കും? ചക്കച്ചോള. പിന്നെ ആ ചക്കച്ചോള അത് ചൊളയെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തുണ്ടാവും? ചക്കക്കുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നോക്കൂലേ? മുഴുവനായിട്ട് നോക്കുകയാണ്, മുഴുവനായിട്ടും അടി തൊട്ട് മുടി വരെ മുഴുവൻ. അടിത്തറ പറയിക്കുക. എന്താണടാ? അടിയറ പറയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരാജയപ്പെടുക. എന്താണ്? പരാജയപ്പെടുക. അടുത്തത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക. എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ, ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക പറയുമ്പോ മക്കളെ പഠിക്ക് പോയിട്ട് പഠിക്കവിടെ പോയിട്ട് അറിയും. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാ മതി. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് അമ്മ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാൻ നിൽക്കും, ബുക്കിന്റെ മുന്നിൽ പോയിരിക്കൂലേ? അതാണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക. ആത്മാർത്ഥയില്ലാതെ പ്രവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കുളം കോരുക, നശിപ്പിക്കുക. എന്താണ്? കുളം കോരുക, നശിപ്പിക്കുക. അടുത്ത എന്താണ് മക്കളെ? കുഴിയിൽ ചാടിക്കുക. എന്താണ്? നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കുഴിയിൽ ചാടിക്കാറുണ്ട് അല്ലെ? യെസ്. എങ്ങനെ? ചതിക്കുക. എന്താണ്? ചതിക്കുക. നമ്മളെ മിസ് അങ്ങനെ വെറുതെ പറഞ്ഞാട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് ചതിക്കുന്നവരും ഉണ്ട്, ചതിക്കാത്തവരും ഉണ്ട് അല്ലെ? അപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കുഴിയിൽ ചാടിക്കുക. നിങ്ങളെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ടോ? മിസ് ഒക്കെ ഒരുപാട് കുഴിയിൽ ചാടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ചാടാതിരിക്കാൻ ശ്രമിക്കുക. ചാടിയിട്ടുള്ളവരാണെങ്കിൽ ഇനി ചാടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെ? കിണറ്റിലെ തവള, ലോകസ്ഥിതിയൊന്നും അറിയാത്തവർ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഫ്രണ്ട്സ് പുറലോകത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ ആണോ, അതെല്ലേ, അതങ്ങനെയാ എന്ന് പറയും. അപ്പൊ എന്താണ്? നമ്മൾ ഇതേപോലെ ഇവരെ പോലെ നമ്മൾ കറങ്ങി നടക്കുന്നില്ല. നമ്മളെന്താ വീട് കോളേജ് അങ്ങനെ പറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു അറിവും ഇല്ല. അതാണ് പറയുന്നത്. നമ്മള് കിണറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞ തവളയ്ക്ക് എന്താണ്? കിണറാണ് ലോകം. നമ്മൾ വീട്ടിൽ ഇങ്ങനെ എവിടെ പോവാൻ വിടാത്തവരാണെങ്കിലോ വീടാണ് ലോകം. അവർക്ക് വേറെ ലോകമായിട്ടൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്.
അടുത്തത് എന്താടാ? ജാംബവാന്റെ കാലം, വളരെ പഴയ കാലം. എന്താണ് ജാംബവാന്റെ കാലം എന്ന് പറഞ്ഞാല്? വളരെ പഴയ കാലം എന്നാണ് മക്കളെ അർത്ഥാക്കുന്നത്. ജാംബവാന്റെ കാലം വളരെ പഴയ കാലം. താളത്തിനൊത്ത് തുള്ളുക, അതിവിടെ വരാനുള്ളതായിരുന്നു കേട്ടോ. താളത്തിനൊത്ത് തുള്ളുക. എന്താണ് താളത്തിനൊത്ത് തുള്ളുക എന്ന് പറഞ്ഞാല്? അന്യന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക. അന്യന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക. അന്യന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാല് മക്കളെ താളത്തിന് തുള്ളുക. യെസ് മക്കളെ, ഇന്ന് നമ്മൾ കുറച്ച് ശൈലികളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അപ്പൊ മിസ് വീഡിയോയുടെ തുടക്കം പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.